സൗരയൂഥത്തിലെ നെപ്റ്റ്യൂൺ ഗ്രഹത്തിനപ്പുറത്തായി സ്ഥിതി ചെയ്യുന്നതും തണുത്തുറഞ്ഞ വാതകങ്ങൾ, പാറകൾ, ലോഹങ്ങൾ എന്നിവയാൽ നിർമ്മിതമായതുമായ ലക്ഷക്കണക്കിന് ചെറിയ ബഹിരാകാശ ഗോളങ്ങൾ അടങ്ങിയ ഒരു വിശാലമായ വലയമാണ് കൈപ്പർ ബെൽറ്റ്. ഇത് ഒരു ഡോണറ്റിന്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. പ്ലൂട്ടോയെപ്പോലെയുള്ള കുള്ളൻ ഗ്രഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ, മറ്റു ചെറിയ ബഹിരാകാശ വസ്തുക്കൾ എന്നിവയുടെ ഒരു വലിയ ശേഖരം ഇവിടെയുണ്ട്. കൈപ്പർ ബെൽറ്റ് നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥത്തിൽ നിന്ന് ആരംഭിക്കുന്നു. അതായത് സൂര്യനിൽ നിന്ന് ഏകദേശം 30 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സ് അകലെ ആരംഭിച്ച് പുറത്തേക്ക് ഏകദേശം 50 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സ് വരെ വ്യാപിക്കുന്നു. സൗരയൂഥം രൂപപ്പെട്ടപ്പോൾ അവശേഷിച്ച പദാർത്ഥങ്ങളുടെ ശേഖരമാണ് കൈപ്പർ ബെൽറ്റ് എന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് സൂര്യന്റെ രൂപീകരണത്തിന് ശേഷം ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്ന വാതകങ്ങളും പൊടിപടലങ്ങളും കൂടിച്ചേർന്നാണ് ഗ്രഹങ്ങൾ ഉണ്ടായത്. ഈ പ്രക്രിയയിൽ നെപ്റ്റ്യൂൺ ഗ്രഹത്തിന്റെ ഭ്രമണപഥത്തിനപ്പുറം തണുത്തുറഞ്ഞ ധാരാളം വസ്തുക്കൾ ചിതറിക്കിടന്നു. നെപ്റ്റ്യൂൺ പോലെയുള്ള ഭീമാകാരമായ ഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണ ബലം ഈ പ്രദേശത്തെ വസ്തുക്കളെ ഒരു ഗ്രഹമായി കൂടിച്ചേരാൻ അനുവദിച്ചില്ല. പകരം അവ പല ചെറിയ കഷണങ്ങളായി നിലനിൽക്കുകയായിരുന്നു. നെപ്റ്റ്യൂണിന്റെ ഗുരുത്വാകർഷണ സ്വാധീനം ഈ മേഖലയിലെ വസ്തുക്കളെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒതുക്കി നിർത്തുകയും അങ്ങനെ കൈപ്പർ ബെൽറ്റ് എന്നറിയപ്പെടുന്ന ഈ വലയം രൂപപ്പെടുകയും ചെയ്തു. കൈപ്പർ ബെൽറ്റിൽ കാണപ്പെടുന്ന വസ്തുക്കളെ പൊതുവായി കൈപ്പർ ബെൽറ്റ് ഓബ്ജക്ട്സ് (KBOs) എന്ന് വിളിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായ KBO കളിലൊന്നാണ് പ്ലൂട്ടോ.